ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അപ്പോൾ അതാ ഞങ്ങൾക്കിന്ന് അപ്പവും ഉരുളൻകിഴങ്ങറിയും പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കൂട്ടി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ രാവിലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇലക്ഷനാണ്, ഇന്ന് ഇലക്ഷനാണല്ലോ, നമുക്കിന്ന് വോട്ടിടാൻ പോകണമല്ലോ. അങ്ങനെ രാവിലെ എണീച്ച് ജോലിക്കൊന്നും ഒതുക്കാനും പറഞ്ഞിട്ടാണ് ഇരുന്നേ. അപ്പോൾ ദാ മക്കൾ രണ്ടുപേരും കൂടെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്ക ഇപ്പം തുടക്ക സമയമല്ലേ, അപ്പം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ രാവിലെ അതിനേക്ക് ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അടുത്ത ജോലി ചെയ്യാൻ നേരത്ത് ഉമ്മ പറഞ്ഞു, നീ പോയിട്ട് വാ, കൊച്ചു മോനുള്ളത് കൊണ്ട് ഞാൻ വന്നിട്ടില്ലേ അടുത്ത് ഉമ്മക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്താ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് മോള്. ഇനി ഇവളെയും കൊണ്ട് ഇനി നേരം വെളുത്താലും അങ്ങെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി കാണുന്ന ഇലയും പൂവും കായും മൊത്തം മറിച്ചിട്ടാണ് കേട്ടോ ഇവൾ എൻ്റെ കൂടെ വരുന്നത്. കണ്ടില്ലേ, വാടി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ദാ ഇപ്പം വരാം ഉമ്മി എന്ന് പറഞ്ഞ് ഏതോ പൂ കണ്ടു, അത് പറിക്കാനായിട്ട് പോയി നിൽക്കുക. പിന്നെ ദാ കണ്ടില്ലേ, ഇതിലെ കൂടെ ഇനി പന്നിയോ പുലിയോ മറ്റോ ചാടി വന്നാലും അതിക്ഷയിക്കാനൊന്നുമില്ല. അമ്മാതിരി കാടാണ്, പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ എന്താ മോൾക്ക് ഞാൻ ഒരു ദിവസം ഇതെടുത്ത് വെച്ചിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ, അതിൽ നിന്ന് എടുത്ത് ഒരു ദിവസം വിസിൽ കേൾപ്പിച്ച് കൊടുത്തതാണ്. ദാ ഇപ്പം വഴി കാണുന്ന പൂ മൊത്തം എന്നെ കൊണ്ടാക്കി തന്നിട്ട് അങ്ങനെ ആക്കി താ ഉമ്മി എന്ന് പറയാം. അങ്ങനെ എങ്ങനെ ആയാലും കാടും മലയൊക്കെ താണ്ടിതാ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്ക് കുറവായിരുന്നു. അത് പെട്ടെന്ന് തന്നെ കയറി വോട്ടൊക്കെ ചെയ്തതാ. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? ആര് ജയിച്ചാലും നമുക്ക് വേണ്ടില്ല ഗൈസ്, നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെട്ടാൽ മാത്രം മതിയല്ലേ. ബാക്കി നമുക്ക് കണ്ടറിയാം. അങ്ങനെ തിരിച്ചതാ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൽ കയറി വീട്ടിലേക്ക് എത്തി. മോളിതാ അടുത്ത സെക്ഷൻ ഉമ്മാരോട് പോവുകയും ചെയ്തു. അപ്പോൾ ബൈ ബൈ.